അതല്ല സ്ട്രീമിംഗ് എല്ലാവർക്കും ഇൻഫ്ലുവൻസേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. നമുക്ക് കൊണ്ട് റോള് വീഡിയോ ഒക്കെ ഉണ്ടാക്കാം. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മാറിയില്ല. അത് 15 സെലക്ട് കൊടുക്കണം. എന്നിട്ടാണ് സെലക്ട് കൊടുക്കണം തോന്നുന്നു. ആദ്യം പുറത്തെത്തിട് എന്നിട്ട് അകത്തെത്തിട്. 15 സെലക്ട് കൊടുക്കുക. ഓക്കെ. അതിന്റെ ടോപ്സ് അവിടെ തന്നെ ടോപ്സ് അവിടെ പോലെ. പാടാണല്ലോ പാപ്പാ. ഇത് ഭയങ്കര പാട് കേട്ടത്. ആദ്യത്തെ ഇതെന്താ പറയുന്നത്, എല്ലാവർക്കും എന്താ പറയാ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമായിരുന്നു. എന്നാ പിടിച്ചോ, സെലക്ട് ചെയ്തോ, ആവശ്യത്തിനുണ്ടായിക്കോ, സമയത്ത് മാറ്റിയോ. ഡ്രസ് ഇല്ലാന്ന് അല്ല, കൊറേ പേർക്ക് ഡ്രസ് ഇല്ലെന്ന കംപ്ലൈന്റ് ആയിരുന്നു. ആവശ്യത്തിന് ചുണ്ട് കടിച്ചു പറിച്ചു. കണ്ണടിയാ കണ്ണടി. എന്തായാലും എന്തോ വന്നാരം ഇത് ഇപ്പൊ വാസവനിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പെണ്ണ് കിട്ടാത്തോണ്ടല്ലേ വിഷമല്ലേ? എനിക്ക് എന്റെ പഴയ ചുണ്ട് വേണം അപ്പാ എനിക്ക്. സിമ്പിൾ, അതിനൊരു വഴിയുണ്ട്. ആ ഡാഡിനെ മാറ്റിട്ട് മറ്റേ കറുത്ത ചുണ്ടുള്ള എടുത്താൽ അല്ലല്ല ആ പെണ്ണ് ആ ഗേളിന്റെ ഇത് സീറോ ആക്കിയാൽ മതി തോന്നുന്നു. ആണോ? കറക്റ്റ് വാസന്റെ ചുണ്ടെന്തോ അങ്ങനെ പെഡിന്റെ എന്തോ ഇഷ്യൂ അത്. കേട് നോക്കണ്ട. 900 അടിക്കും 900 അടിക്കും കേട്ടോ. അതിൽ പാന്റ് ഒക്കെ മാറ്റി. ഇത് 2 പാന്റ് ഉണ്ട്. അതില് ലോവർ പോയിട്ട് ആ പാന്റ് 11 ആക്ക്. ലോവർ പോയിട്ട് ലോവർ പോയിട്ട് പാൻസില് 11 ആക്ക്. 11 അണ്ണനെ കണ്ണാപ്പിയാക്കിയതാ. ഇനി സെലക്ട് ചെയ്യാ. സെലക്ട് ചെയ്തില്ലേ? ഇനി മറ്റേ അപ്പർ ബോഡിയില് ആംസില് ഏതൊരു ഇഷ്ടമുള്ള നോക്കിട്ടോ. അപ്പം 200 ബാക്കിലോട്ട് തിരിച്ചു വെക്കും. മാറും. അല്ല 237 അടിക്കേ. 237 അടിച്ചിട്ട് ബാക്കിലോട്ട് വാ. ഇതൊക്കെ ഇച്ചിരി ഉണ്ട്. ആ കൈയും കൂടെ വരുന്ന നോക്കിട്ട്. കൈ വന്നു. അല്ല ഇച്ചിരി 2 അല്ലല്ല ടോപ്പ് മാറ്റണ്ട. ഇത് സെറ്റാടാ. ഇത് പാന്റ് ഇതും കൂടെ വരുന്ന. അത് സൺബേൺ ആയതോ? സൺബേൺ. അപ്പൊ ഇത് എന്റെ പണ്ടത്തെ അത് സീനാണല്ലോ. കൊള്ളാം കേട്ടോ ഇത്. പക്ഷെ ടാറ്റു വേണ്ട എന്റെ ക്യാരക്ടർ. അങ്ങനത്തെ ടാറ്റു വേണ്ട. ഓ അത് കൊള്ളാം. വാക്കടിച്ച് ഒന്നും കൂടെ അടിച്ച്. ഒന്നും കൂടെ അതിന്റെ അപ്പുറത്ത് ഒന്നും കൂടെ ഉണ്ടായിരുന്നു. ടാറ്റൂന്റെ അല്ലേ? ഇത് ഷർട്ട് മാറ്റി വെക്കണം. കിടക്കത്തില്ല. സത്യമല്ലേ? കുറച്ച് സമയം കൂടെ ഉള്ളു ബാക്കി. പ്രായം കുറഞ്ഞ് അപ്പാ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന 14,000 പേര് തൂറി എറിയും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെ പോയ ക്യാരക്ടർ വിട്ടുള്ള കളിയില്ല. നമ്മള് പ്ലാസ്റ്റിക് സർജറി ചെയ്തെന്ന് പറയാന്നേ. ഞാൻ 14,000 പേര് തൂറി എറിയുന്ന ആലോചിക്കായിരുന്നു. ടോപ്സ് പറയണം. ടോപ്സ് നടക്കത്തില്ല. ഇത് കയ്യില് ഓറ മാറുന്നില്ല ഈ പച്ച കളറ്. അത് ബാക്കിലെ മിക്കത്തിനും ഉണ്ട്. മുടിക്കൊണ്ട് പോയിട്ട് വേണ്ടത്. എന്റെ മുടിയില്ലാന്ന് പറഞ്ഞു. എന്റെ മുടിയില്ലാന്ന് ഓൾറെഡി ആടുപ്രോ പറഞ്ഞു. നീ ഒരു മുട്ട എന്തേലും ഒന്ന് ചെയ്തു തരുവോ? നോർമൽ കൈ ഷർട്ട് മാറ്റുന്നതാണ് എളുപ്പം കേട്ടോ. അപ്പർ ബോഡിയില് മാറ്റല്ലേ? അത് മാറ്റിയാ മതി. പലത്തോടെ ചോദിച്ചു. അണ്ണന്റെ മറ്റേ കോട്ട ഉണ്ടാവല്ലോ, അത് ഇൻഗെയിം അല്ലേ? 150 വെച്ച് വല്ലതും നോക്കി. 150 കഴിഞ്ഞിട്ട് 150 ഇത് കഴിഞ്ഞ് നോക്കി. ഇത് മാറ്റി പാക്ക അല്ല, ഇത് വേറെ പാക്ക.
അല്ല ഇൻഗെയിം അല്ല, ഇത് ഇൻഗെയിം അല്ല, ഇത് മാറ്റിയ പാക്കാണ്. ഇത് ലേറ്റസ്റ്റ് സാധനമാടാ. ഫുള്ള് മാറ്റിയതാണോ? ഇൻഗെയിമും ഇല്ലേ ഇപ്പം? അല്ല മറ്റേ വ്യൂ ഇട്, അതാകുമ്പോ ഡ്രസ് കാണാലോ നമുക്ക്. മറ്റേ വ്യൂ ഇട്ടാ കോട്ട് കിട്ടണ്ടാണ്. പാന്റ് പറ. പാന്റ് അത് ലോവർ എടുത്താ ലോവർ ബോഡി ലോവർ ബോഡി. ഒരുപാട് എന്നിട്ട് കാക്കി കുത്തി നടുക്കത്തൊരു നമ്പർ അടി 300 അടി മതിയാ. ഷൂ പറ്റത്തില്ലേ? ഷൂവിന്റെ നൈക്കിയുടെ ഷൂ വേണേ. ഇത് നയിക്കല്ല നക്കിയാന്ന് തോന്നുന്നു. ഇത് നക്കിയാന്ന് തോന്നുന്നു. കണ്ണാടി 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 മറ്റേ കറുത്ത കണ്ണാടി. ആക്സസറീസ് അമ്മ ചുണ്ടെന്തരും ഇങ്ങനെ ലിപ്സ്റ്റിക് പോലെ. എടാ ഇതല്ല ഡിസ്കറക്ട് ചെയ്തിട്ട് ഡിസ്കറക്ട് ചെയ്തിട്ട് ജോൺ കുക്കിനെ പോലെയല്ലേ? ആ പാവത്തിന് ചതിക്കല്ലടാ നിങ്ങളെല്ലാരും കൂടെ. റൗണ്ട് ഗ്ലാസ് ഇല്ലണ്ടാ. നേരത്തെ കണ്ണാടി ഇടണ, നേരത്തെ എടുത്ത കണ്ണാടി ഇട്, അതാ അത് നല്ല. വേണം അത് വേണം. കണ്ണ് ഇത് റൗണ്ട് ഗ്ലാസ് ഇഡലി അണ്ണാ ഇതിലും വേറെ കണ്ണാടി ഇല്ലാണ്ട് നടക്കുന്നതാണ് കാര്യമായിട്ട് പറയുക. ഇവന്മാരിങ്ങനെ പലതും പറയും. നേരത്തെ ആ കോരത്തില് സിറ്റിയിലിറങ്ങി ഞാനാ പരിദോഷം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി. ആരോടും മിണ്ടുപോലും ഇല്ല കേട്ടാ. കളർ ഗ്ലാസ് കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് കൊള്ളാണ്, ഇത് കൊള്ളാം. ഷെയ്ഡ് ഉണ്ട് ഷെയ്ഡ് ഉണ്ട് ടെസ്റ്റർ ഷെയ്ഡ് ഉണ്ട് ഷെയ്ഡ് ഉണ്ട്. ഇനി എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? നോക്കുമ്പോഴാ ഷെയ്ഡ്. ഇല്ല ഇന്ന് ഇത് ചുമ്മാ കാണിക്കുന്നതാ. ഉണ്ട് യു വിൽ ബി കിക്ക് ഇൻ 5 മിനിറ്റ്സ് കാണിച്ചു. എവിടെ കാണിച്ചു? കൺഫേം ആൻഡ് ക്ലോസ്. കൺഫേം ആൻഡ് ക്ലോസ്. ഹെൽമെറ്റ് വെക്കണ്ടേ? വെടി വെച്ചാലാ? കൈ കയറി കൈ കയറി അവളോ ഡ്രസ് പണിട്ട് ഒന്ന് എവിടെയും പാത്തിരുന്നിട്ട് ഇങ്ങളെ ഇൻവെന്റർ ഓപ്പൺ ചെയ്യ്. ഡ്രസ്സൂരി വേറെ കൊടുക്കാൻ പറ്റുമോ? അത് കൊള്ളാം. ഇതിന്റെ അകത്ത് താഴെ അത് ഡ്രസ്സിലോട്ട് കൊണ്ട് ഇട്ടാ മതി. ഏത് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് വലിച്ചിടണം. കഷ്ടപ്പാടാണല്ലോ. അത്രേ ഉള്ളു. പിന്നെ അല്ല പിന്നെ സൂപ്പർ അപ്ഡേറ്റ്. ഇതെന്താ? അത് ഏത് വണ്ടി വേണം? ഡ്രീം വെഹിക്കിൾ നല്ലൊരു വണ്ടി താഴോട്ടോ വേറെ വല്ലതും ഉണ്ടോ? ഹൈ പെർഫോമൻസ് സെലക്ടഡ് വണ്ടി ഓൾറെഡി സെലക്ട് ആയാ? വണ്ടി സെലക്ട് ഇതേ ഉള്ള വണ്ടി. ഇത് മറ്റേ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് അല്ല. പറ്റിച്ച് മെയിൻ കറണ്ട് ലൊക്കേഷൻ കൊടുത്തു. കറണ്ട് ലൊക്കേഷൻ കൊടുക്കണ്ട. ടാക്സി നിർബന്ധം തോന്നുന്നു വിളിക്കാൻ. മേഘരാജ് കൊടുത്തോ? അത് സെലക്ട് ചെയ്തോ? എന്നിട്ട് അത്ര പുതിയ വണ്ടിയൊക്കെ കൊള്ളാലോ. മറ്റേ ഓടിയല്ലേ ഇത്? അതല്ലേ സീറ്റ് ബെൽറ്റ് ഉണ്ടാ? ബെൽറ്റ് ബെൽറ്റ് VM ആണത്. ബി സീറ്റ് ബെൽറ്റ്. ക്യാമറ കാണും കൂടെ, നോക്കിക്കോണേ, പയ്യെ പോണേ. അടിച്ചു തീർക്കും. മാപ്പില്ലേ പാപ്പാ? എനിക്ക് ഒരു മിനിറ്റ്, ഞാനിത് സൗണ്ട് കുറച്ചിട്ടേക്കുക. സെറ്റിംഗ്സ്, മാപ്പ് ഓഡിയോ, അപ്പൊ മറ്റേ ഇത് വാല്യൂ ഹെഡ് ഇല്ലേ? അങ്ങനത്തെ സാധനം വല്ലതും ഉണ്ടാ? എന്തോ എത്ര വാല്യൂ ഹെഡ് ഇല്ലേ? എത്ര കിട്ടുന്ന ഒരു സിആറോ? ഒരു സി അവിടെ കേൾക്കില്ല. ഞാൻ അങ്ങോട്ട് വരാം. പക്ഷെ സെർവർ അതെന്റെ മാത്രം. അണ്ണന്റെ ഐഡിയ നോക്കി. 9 വരാനില്ല. ഇത് വരുന്നവാസം പറഞ്ഞ ക്യാരക്ടറെ ഊമ്പിക്കാൻ വേണ്ടിട്ടുള്ള കൊറിയൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആരോടും പോയി പറയല്ലേ ഞാനവരുത്. എല്ലാരും ചൂണ്ടിങ്ങനെ
കേക്കാം പാപ്പ കേക്കാം. സംസാരിക്കുന്ന ഇതൊക്കെ കൊള്ളാൻ കിട്ടാ. ലെഫ്റ്റില് നോക്ക്, നമ്മൾ ഞെക്കി പിടിക്കുമ്പോ ഒക്കെ പച്ച കളറാണ്. നോർമലി നിൽക്കുമ്പോ വിടുമ്പോ നോക്കിയോ കണ്ടാ. എന്റെ അമ്മോ അതൊക്കെ കൊള്ളാട്ടാ. ലോഗോ നോക്ക്, ലോഗോ പുതിയ ലോഗോ. നമുക്ക് നിങ്ങൾ കേറാൻ പറ്റുമോ? ഇല്ല നമുക്ക് കാരണങ്ങി അപ്പാപ്പ കേക്കാമല്ലോ. കേക്കാം പാപ്പ കേക്കാം. പറ റെഡിയല്ലേ? റെഡിയാ. ഞാൻ എന്നാ ഡിസ്കോഡിൽ നിന്ന് ഇറങ്ങിട്ട് വരാം. ഇറങ്ങട്ടെ. ഓക്കെ. എടാ ഞാൻ എന്നാ സിറ്റിക്കകത്തോട്ട് പോട്ടെ. ഞങ്ങൾക്ക് സിറ്റി അന്നാ ഞാൻ ഡിഫെൻഡ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. PL1. അതെ. അപ്പൊ പറ. വാസുവിനെ ഓൺ എ സ്കെയിൽ 1 to 10 ആ. ഈ വണ്ടി വാസുവിന് എത്ര റേറ്റ് കൊടുക്കും? ഒരു 6 അപ്പാ. എന്തുകൊണ്ടാണ് 6? ഇനി ഒരു മിനിറ്റ്. ഓൺ എ സ്കെയിൽ അപ്പാ എന്നെ ഒന്ന് കണ്ടു നോക്കേ. എനിക്ക് എത്ര റേറ്റിംഗ് തരും? 9.9. ഏതാ ലുക്ക്? അതെ, അത് നമ്പർ വരെ 9 ആണ്. ഇനി കാണുന്നവരൊക്കെ കൊണ്ടാന്നൂടെ വിളിക്കട്ടെ. എന്റെ ID 9 ആണ്. എന്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം തുറന്നു കേട്ടോ വാസുവിന്റെ. പണ്ടാണെങ്കിലുണ്ടല്ലോ ഈ വാസവന്റെ മുഖത്തോട്ട് നോക്കുമ്പോ തന്നെ എന്തോ ഒരു വശപശക. അതെ. ഇപ്പൊ ഉണ്ടല്ലോ എന്റെ ദൈവം എന്തൊരു പ്രസന്നത അണ്ടി പറയാ. അപ്പൊ മാപ്പില്ലേ? മാപ്പുണ്ട്. എവിടെ മാപ്പ്? ഇതല്ലേ ID എത്ര? വാസവന്റെ ID മാപ്പ് ഇടക്കിടക്ക് ബ്ലിങ്ക് ആയി പോകുന്നു. അതിപ്പോ റെഡി ആക്കി തരാം. ID എത്ര? ID 9. പോയി ഇത് കണ്ട. പക്ഷെ ഇതിൽ ഒട്ടയാക്കി കളഞ്ഞു കേട്ടോ ഈ ലെഫ്റ്റിലത്തെ ഗ്യാങ് ചാറ്റ്. നോക്കിയ ഗൈസ് നിങ്ങള്. ഗ്യാങ് ചാറ്റ് ഒരു രസമില്ല കേട്ടാ. ഗ്യാങ് ചാറ്റ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയി പോയി. റോള് സിവിലിയൻ ഫ്രീലാൻസർ. ഗ്യാങ് ചാറ്റ് നോക്കിയ ലെഫ്റ്റില്. ഗ്യാങ് ചാറ്റ് ഭയങ്കര ഇതായി പോയി. അത് ഇറങ്ങി റെഡിയാവും. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയാക്കാൻ അറിയോ സിറ്റിയിലെ? ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്കൊരു സജഷൻ ഉണ്ട് അപ്പാ. ഗ്യാങ് ചാറ്റ് ഭയങ്കര ഷോർട്ടായി പോയി അപ്പാ. ഗ്യാങ് ചാറ്റ് ഷോർട്ടായി പോയോ? ലെഫ്റ്റിൽ ഗ്യാങ് ചാറ്റ് അല്ല, മറ്റേ ഇത് വരുന്ന ആ ചാറ്റ് വരുന്നത് ഒരു ഭംഗിയില്ല. പണ്ടത്തെ ആ ഒരു ഭംഗിയില്ല. പ്രശ്നമുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ അടിപൊളി. പണ്ടത്തെ സാധനം എല്ലാരും ചീത്ത പറഞ്ഞിട്ടുണ്ടേ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്. അയ്യോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല ഇത് ഭയങ്കര ചെറുതായി പോയി അപ്പാ. പക്ഷെ നല്ല വിസിബിലിറ്റി ഇല്ലേ? വിസിബിലിറ്റി കുറവല്ലേ? അല്ല ഞാൻ പറയണത് നമ്മുടെ കാര്യം മാത്രല്ല അപ്പാ. ഈ തത്സമയം ഒക്കെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് പ്രോപ്പർ ആയിട്ട് കാണത്തില്ല. ഇത് കുറച്ച് ചെറുതായിട്ടാ വരുന്നേ. കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു. എനിക്ക് പഴയത് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കുറച്ച് ചെറുതായി പോയെന്ന് തോന്നുന്നു. ഇതോ നമുക്ക് വലുതാക്കാം. എല്ലാവരും നമ്മള് ഫീഡ്ബാക്ക് എടുത്തപ്പോഴേ എല്ലാരും പറഞ്ഞ ചാറ്റ് ഭയങ്കര വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വേണ്ടി ചെറുതാക്കി. ഇതിപ്പോ ചെറുതാണോ അത്? ഞാൻ ചാറ്റിലും ഗൈസ്, നിങ്ങൾ ചാറ്റിലുള്ളവർക്കൊക്കെ ഇത് കാണാമോ? അപ്പൊ എന്തെങ്കിലും ഒന്ന് ഇട്ടേ ചാറ്റ് വാർ ചാറ്റില്. അല്ലല്ല ഞാൻ കാണിച്ചു കൊടുക്കും. വിസിബിൾ ആണോ നിങ്ങൾക്കൊക്കെ? വിസിബിൾ അല്ലേ? അതെ. കുഴപ്പമില്ല. കൊള്ളാം. അപ്പാ ഓവറോള് കാണാൻ രസമുണ്ട് അപ്പൊ. സെറ്റി ഒരു നല്ല ലുക്കായി. നമ്മള് തുടങ്ങിയതല്ലേ ഉള്ളൂ, കേറിയതല്ലേ ഉള്ളൂ. പിന്നെ ഇതിനകത്തെ ഓക്കെ. ഈ ഹോട്ട് ബാർ എവിടെയാ? ഏതാ ഹോട്ട് ബാറോ? ഹോട്ട് ബാറാണ് താഴെ. ഇൻവെന്ററി താഴെ 1 2 3 4 5. അതില് 3 കാണിക്കുന്നുള്ളല്ലോ. 3 1 2 1 5 അങ്ങനെയാ കാണിക്കുന്നേ. അതിന്റെ അകത്ത് വേറെ സാധനങ്ങൾ ഇരിപ്പുണ്ടാവും, അതുകൊണ്ട് അത് കാണിക്കാതെ. അവിടെ എന്തായാലും ലൈറ്റ് ഇരിപ്പുണ്ട്. മനസ്സിലായേ? അത് വലിച്ച് മേലോട്ടിട്ട് നോക്കി. ശരിയായില്ലേ?
പെട്ടെന്ന് ഞാനേ അത് നമ്പറാ എഴുതി വെച്ചിരിക്കണെന്നാ വിചാരിച്ചേട്ടാ പെട്ടെന്ന് എന്റെ മിസ്റ്റേക്കാണ്. വാ മണ്ടർന്ന് അതെ അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ കിടക്കല്ലേ. അപ്പൊ എടുത്തു ഞാൻ ഇനി ഇങ്ങനെ ഫ്രീക്കനായിട്ട് നടക്കാൻ പോണേ സിറ്റി കൂടെ കേട്ടാ. ഇതാരാ? ഹലോ ഹലോ, അത് പരിചയമുള്ള മനുഷ്യനാ. കേറിക്കോ. അപ്പൊ എടുത്തോ. അതോ? വാ കേറുവാ. 5 years. എടാ അത് കൺഫ്യൂഷൻ ആണ്. പുതിയ ഇന്റർഫേസിലോട്ട് മാറിയപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യമേ കയ്യിലുള്ള കാശ് സേഫ് ആയിട്ട് കൊണ്ടുപോയി അതിനകത്ത് ഇട്ടേക്കാം, ബാഗ് ഇട്ടേക്കാം. പിന്നെ ഭയങ്കര പ്രശ്നം വരും. വാ ഓക്കെ മാസം ഇട്ടിട്ട് വരും. ആക്സിസ് ബാങ്ക് കണ്ടോ? ഫ്ലിക്കൊക്കെ ഭയങ്കര ലോഡിങ്. പേഴ്സണൽ ബാങ്കിങ്, സ്റ്റാൻഡേർഡ് ബാങ്ക്, ഷെയർഡ് ബാങ്കിങ്, ബിസിനസ് ബാങ്കിങ്. അതെ അതിന് നമ്മള് പേഴ്സണൽ ബാങ്കിങ് എടുക്കണം. പേഴ്സണൽ ബാങ്കിങ് ബയോമെട്രിക്സ് യൂസ് ചെയ്തോ. പിന്നെ ഫോണില്ല കേട്ടോ എനിക്ക്. പിന്നെ എങ്ങനെ ഫോണിലെ കുഴപ്പമില്ലല്ലോ. അത് നമുക്ക് വാങ്ങാം. ഫോണൊന്നും വേണ്ട ഇപ്പം. മൊത്തം എമൗണ്ട് ഇടണോ? 1 കോടി രൂപയും? അല്ല, കയ്യിൽ കുറച്ച് വെച്ചോ. ഒരു 50 ലക്ഷം കൈ വെച്ചോ. 50 ലക്ഷം ഇട്ടാ മതി. 50 ലക്ഷം അല്ല വേണ്ട, 60 ലക്ഷം ഇടാം. 40 ലക്ഷം മതി. യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh കൺഫേം ഡെപ്പോസിറ്റ്. അതേപോലെ ആ കാർഡ് കണ്ടോ? കാർഡെന്ന് പറഞ്ഞ കിടക്കുന്നത് കണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടേ അതിനൊക്കെ ഒന്ന് പിന്ന് സെറ്റ് ചെയ്ത് വെച്ചോട്ടോ. കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്ന് അതിലെ സെറ്റിംഗ്സിന്റെ സിമ്പിൾ ഉണ്ടോ? ക്രെഡിറ്റ് കാർഡ്. ഇതെന്തല്ല ഇത്? ക്രെഡിറ്റും ഡെബിറ്റും. അതെ ഇവിടെ ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ വാസുവിന്. ലിമിറ്റ് കണ്ടായിരുന്നു. 1 കോടി. എത്ര കോടിയാ? 10 കോടിയോ? 1 കോടി വരെ ക്രെഡിറ്റ് കിട്ടും നമുക്ക്. ആണോ? ഓ പിന്നെ അമ്പോ. ഇവിടെ പിന്നെ എവിടെ സെറ്റ് ചെയ്യുന്നേ? കാർഡ്സ്. ഒയ്യോ, ഡെബിറ്റ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ സെറ്റിംഗ്സിന്റെ അകത്ത് പിന്നെ അതിന് സെറ്റിംഗ്സ് ഒന്നും കാണിക്കുന്നില്ല. മേളില് ഫ്ലിക്ക് ആൻഡ് റൈറ്റ് സൈഡ് സെറ്റിംഗ്സിന്റെ സിമ്പിൾ ഉണ്ടോ? എന്റെ കണ്ണ് പോയതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടോ? കണ്ടില്ലേ? ഇല്ല. ഹോം പേജ്, കാർഡ്സ്. കാർഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 കാർഡ് ഓപ്പൺ ആയോ? ഓപ്പണേ. ആ കാർഡിന്റെ കാർഡ് തന്നെ. കണ്ട്. 4 ലക്കം പറ്റത്തുള്ളൂ. 1, 2, 3, 4 ഇടാനിടാം. അപ്പൊ ഇതിനകത്ത് കാർഡ് നമ്മുടെ ആരെങ്കിലും എടുത്ത് മോട്ടിച്ചോണ്ട് പോയ പൈസ എടുത്തോണ്ട് പോകാൻ പറ്റുമോ? കാർഡ് അല്ല, നമ്മളിവിടെ പിന്നെ സെറ്റ് ചെയ്താൽ മതി നമ്മുടെ കയ്യില്. അങ്ങനല്ല, നമ്മുടെ കാർഡ് വേറെ ആർക്കെങ്കിലും എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഇല്ല സേഫാ. പിന്നെ ഇത് തന്നെ മതി. ഞാൻ ടഫ് പാസ്വേഡ് ഇട്ട് 1 2 3 4 ആയിരിക്കും അല്ലേ? കറക്റ്റ്. കാർഡ് അടിച്ചു മാറ്റാൻ പറ്റും കേട്ടോ. ഇൻവെന്ററിയിൽ കാർഡ് ഉണ്ടാവും നമ്മുടെ? ഇല്ല. ചെറുതായിട്ടൊന്ന് മേടിച്ചല്ലേ പോട്ടെ. ഇവിടുത്തെ 1000 രൂപ എടുത്ത് കൈ വെച്ചോ. 1000 രൂപ എടുത്ത് കൈ വെക്കാനോ? ഓ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൈസ ഇല്ല ഇപ്പൊ എടുത്ത് അകത്തിട്ട്. അതെ. അപ്പൊ 60 ലക്ഷം, എന്റെ കയ്യിൽ 40 ലക്ഷം ഉണ്ട്. ഇത് വർക്കാവാന്ന് അറിയണ്ടേ? എന്ത് സത്യം പറഞ്ഞ സെർവറിനെ എന്നെ വെച്ച് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് എനിക്ക് എക്സ്ക്ലൂസീവ് എൻട്രി അല്ലേ? അല്ല സാറേ, നമ്മള് ചെക്ക് ചെയ്ത് നോക്കണ്ടത് ഏതാ? നിങ്ങളതിന്റെ ഒരു ഇത് മനസ്സിലാക്കണ്ടേ? ഏത് ഞാൻ പിന്നീട് കാശൊക്കെ എടുക്കാൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ വിഷമാകത്തില്ലേ? പേഴ്സണൽ ബാങ്കിങ്, ഡെബിറ്റ്. ഓ, ഇൻസേർട്ട് കാർഡ്, എന്റെ ടഫ് പാസ്വേഡ്, വെരിഫൈ പിൻ വെരിഫൈഡ്, വിഡ്രോ. 100 രൂപ എടുക്കാവേ. 100 രൂപ എടുത്താൽ മതി. കൺഫേം പ്രോസസിംഗ്, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ. രക്ഷപ്പെട്ടു. എന്റെ കയ്യിൽ വന്നോ ഞാൻ പറയാം. ഇനി അത് 100 രൂപ. വന്നു 100 രൂപ. വിഷയം കേട്ടോ, വിഷയം. അയ്യോ, പോയി ഫോൺ വാങ്ങിയാലോ? ഫോൺ വാങ്ങിയോ?